നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ചില പ്രസ്താവനകൾ അത് വെറുതെയല്ല. അത് നിലമ്പൂരിലെ വോട്ടർമാർക്കുള്ളതാണ്. ഞങ്ങൾ RSSനൊപ്പം വളരെ കാലം ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയല്ല അദ്ദേഹം ഈ പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയിട്ടുള്ളത്. നിലമ്പൂരിലെ 17,000-ഓളം വരുന്ന BJP വോട്ടർമാർ മാത്രം അറിയാനുള്ളതാണ് ഇത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന നിലമ്പൂരിൽ ലഭിച്ചിരിക്കുന്ന BJP വോട്ട് എന്ന് പറയുന്നത് 17,000-ൽ കൂടുതലാണ്. ആ BJP വോട്ടർമാരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചിലത് MV ഗോവിന്ദൻ. അതായത് തൃശ്ശൂരിൽ സഹായിച്ച് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് അയക്കാൻ സഹായിച്ച ഞങ്ങൾക്ക് നിലമ്പൂരിൽ മറിച്ചും സഹായം നൽകാൻ മറക്കരുത് എന്നാണ് ആ പ്രസ്താവനയുടെ ഉള്ളടക്കം. RSS ധാരണ സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന വളരെ ഗൗരവത്തോടെയാണ് അതുകൊണ്ട് തന്നെ UDF കേന്ദ്രങ്ങൾ കണ്ടിരിക്കുന്നത്. UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് അതിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ ഉണ്ടാക്കിയതുപോലെ നിലമ്പൂരിലും CPM BJPയുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലായി എന്നുമാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ തന്നെ വന്ന തൃശ്ശൂർ പൂരം വരെ കലക്കി അതിലൂടെ സുരേഷ് ഗോപിക്ക് മേധാവിത്വം നേടാനുള്ളൊരു സഹായമൊരുക്കിയത് CPMും CPMന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും എന്നുള്ളത് തെളിഞ്ഞു വന്ന ഒരു സത്യമാണ്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ ഒരു MP ദില്ലിക്ക് പോയത് CPMന്റെ സഹായത്തോടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 10-1 ഭാഗം പോലുമുള്ള സഹായം ചോദിക്കുന്നില്ല CPM. നിലമ്പൂരിൽ BJP ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത നിലമ്പൂരിൽ ഒരു സഹായം, അതാണ് ഏറ്റവും അവസാനം ആവശ്യപ്പെട്ടത് എന്നാണ് UDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്. കള്ളവോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ശാസ്ത്രീയമായി പഠിക്കുന്ന പാർട്ടിയാണ് CPM എന്നും ആ കള്ളവോട്ടുകൾ ഉണ്ടാക്കി എന്ന് G സുധാകരൻ തന്നെ പറഞ്ഞതിനെ MV ഗോവിന്ദൻ ന്യായീകരിച്ചു എന്നതും അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള കള്ളവോട്ടും ഒപ്പം ചില അഡ്ജസ്റ്റ്മെന്റുകളുമാണ് CPMന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നു. തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി എങ്ങനെ വിജയിച്ചു എന്ന് ആലോചിക്കണം. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഇത് തൃശ്ശൂരിൽ നടപ്പിലാക്കിയത്. തൃശ്ശൂരിൽ ചെയ്ത സഹായത്തിന് നിലമ്പൂരിൽ പ്രതിഫലമുണ്ടാകുമെന്നുമുള്ള സൂചന ലഭിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ അടൂർ പ്രകാശ് കരുതിയിരിക്കണമെന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നു കാണുന്ന നിലയിൽ BJPയെ വളർത്തിക്കൊണ്ടുവന്നത് CPM നേതൃത്വമാണ്. അത് കേന്ദ്രത്തിലായാലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, വെറും 2 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP, ലാൽകൃഷ്ണ അദ്വാനി എന്ന LK അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും മാത്രം MP മാരായിരുന്ന BJP, ആ BJPയെ CPMന്റെ നേതാക്കളായ EMSഉം ഹർകിഷൻ സിംഗ് സുർജിത്തും ചേർന്ന് നയിക്കുന്ന CPM ആണ് ഇത്രയും വലിയ പാർട്ടിയായി 80കളിൽ വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നും ആദ്യമായിട്ടൊരു BJP MPയെ കിട്ടിയതും CPMന്റെ വോട്ടുകളും സഹായങ്ങളും കൊണ്ടാണ്. അങ്ങനെ പരസ്പരം സഹായിച്ചു മുന്നേറാൻ കഴിയുന്ന ഈ 2 പാർട്ടികളും വീണ്ടും ഒന്നിക്കുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് MV ഗോവിന്ദൻ ചരിത്രത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത്.